നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആണ്. ഇതൊരു അനിമൽ സെൽ കൾച്ചർ മെത്തേഡാണ്. Monoclonal antibodies are ultra-pure antibodies synthesized by hybridoma cells. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ അതൊരു അൾട്രാ പ്യുവർ ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആണ്. ഹൈബ്രിഡോമ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡോമ സെൽസ് ആർ ഹൈബ്രിഡ് സെൽസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് മാലിഗ്നന്റ് മൈലോമ സെൽസ്. ഈ ഹൈബ്രിഡ് സെൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബി ലിംഫോസൈറ്റും മാലിഗ്നൻ്റ് ആയിട്ടുള്ള മൈലോമ സെൽസ്, അതായത് ക്യാൻസർ സെല്ലും കൂടിയിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് ഹൈബ്രിഡോമ സെൽസ് നമ്മൾ ഉണ്ടാക്കുന്നത്. Monoclonal antibody production was discovered by George J.F. Kohler and Cesar Milestone in 1975. ഈ ടെക്നിക്ക് കണ്ടുപിടിച്ചത് ജോർജ് ജെ എഫ് കൊഹ്ലറും സീസർ മൈൽസ്റ്റനും 1975-ലാണ്. പ്രൊസീജിയർ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ഇനി എങ്ങനെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. Injection an appropriate antigen into a mouse first by subcutaneously. ആദ്യം നമ്മൾ മൗസിൻ്റെ സബ്ക്യൂട്ടേനിയസ് പോർഷനിലെ ആൻറ്റിജനെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാണ്. ഇഞ്ചെക്ഷൻ അറ്റ് മൾട്ടിപ്പിൾ സൈറ്റ്സ് ആർ സെവറൽ ടൈം. നമ്മൾ പല സ്ഥലത്തുമായിട്ട് പല സബ്ക്യൂട്ടേനിയസ് പോർഷനിലായിട്ട് മൗസിൻ്റെ നമ്മൾ പല തവണയായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കണം ആൻറ്റിജനെ. This enables increased stimulation of B lymphocytes which are responding to the antigen. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആൻറ്റിജനെ ഇഞ്ചെക്റ്റ് ചെയ്തതായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ ആൻറ്റിബോഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബി ലിംഫോസൈറ്റ് ആക്റ്റീവ് ആവും. അങ്ങനെ ആൻറ്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കും. 3 days after the last intravenous dose animal was killed. 3 ദിവസത്തിന് ശേഷം ആ മൗസിനെ നമ്മൾ കില്ല് ചെയ്യണം. The spleen is aseptically removed and disrupted by mechanical or enzymatic methods to release the cells. അതിനുശേഷം നമ്മൾ സ്പ്ലീനെ അസെപ്റ്റിക്കലി റിമൂവ് ചെയ്തിട്ട് മെക്കാനിക്കൽ എൻസൈമാറ്റിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ സെൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലിംഫോസൈറ്റ് ഓഫ് ദി സ്പ്ലീൻ ആർ സെപ്പറേറ്റഡ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി സെൽസ് ബൈ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിംഫോസൈറ്റ്സിനെ സ്പ്ലീനിലുള്ള ലിംഫോസൈറ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ലിംഫോസൈറ്റ്സ് ആർ വാഷ് ടു റിമൂവ് ഓൾ കണ്ടാമിനേറ്റിംഗ് മെറ്റീരിയൽസ്. അതിനുശേഷം ലിംഫോസൈറ്റിലുള്ള എല്ലാ കണ്ടാമിനേറ്റിംഗ് മെറ്റീരിയൽസിനെയും നമ്മൾ വാഷ് ചെയ്ത് കളയും. ദീസ് ലിംഫോസൈറ്റ്സ് ആർ മിക്സ്ഡ് വിത്ത് HGPRT നെഗറ്റീവ് മൈലോമ സെൽ ലൈൻ. അതിനുശേഷം വാഷ് ചെയ്തതിന് ശേഷമുള്ള ലിംഫോസൈറ്റിനെ HGPRT നെഗറ്റീവ് ആയിട്ടുള്ള മൈലോമ സെല്ലായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. HGPRT എന്ന് വെച്ചാൽ ഹൈപ്പോസാന്തിൻ ഗുവാനിൻ ഫോസ്ഫോറൈബോസൈൽ ട്രാൻസ്ഫറേസ് ഒരു എൻസൈമാണ്. For this procedure mutated myeloma cells are used. ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള മൈലോമ സെൽസ് ആണ് ഉപയോഗിക്കുന്നത്. മൈലോമ സെൽസ് ആർ ക്യാൻസറസ് ബി സെൽസ്. ഈ മൈലോമ സെൽസ് എന്ന് പറയുന്നത് ക്യാൻസറസ് ആയിട്ടുള്ള ബി സെൽസ് ആണ്. ദേ ആർ ഇൻഡെഫിനിറ്റ്ലി ഡിവൈഡ് ഇൻ കൾച്ചർ. അവർ ഇൻഡെഫിനിറ്റ് ആയിട്ട് കൾച്ചർ മീഡിയത്തിൽ വളരും. അത് എല്ലാ ക്യാൻസർ സെൽസിനുള്ള പ്രത്യേകതയാണ്. അവർ ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് വളരുന്നത്. Two genes are also be mutated. മൈലോമ സെൽസിലുള്ള
രണ്ട് ജീൻസ് പ്രസന്റ് ആയിരിക്കും, അതും ഒപ്പം തന്നെ മ്യൂട്ടേറ്റഡ് ആയിരിക്കും. HGPRT gene not synthesized nucleotide by salvage pathway. ന്യൂക്ലിയോടൈഡിനെ സിന്തസൈസ് ചെയ്യുന്നത് സാൽവേജ് പാത്വേ ആണ്. മ്യൂട്ടേറ്റഡ് ആയതുകൊണ്ട് എന്തുണ്ടാവും? HGPRT ജീൻ ന്യൂക്ലിയോടൈഡിനെ സിന്തസൈസ് ചെയ്യില്ല. സെക്കൻഡ് ജീൻസ് നോട്ട് പ്രൊഡ്യൂസ് ഇമ്യൂണോഗ്ലോബിൻ. രണ്ടാമത്തെ ജീൻ എന്ത് ചെയ്യില്ല? ഇമ്യൂണോഗ്ലോബിനെ, അതായത് ആന്റിബോഡീനെ പ്രൊഡ്യൂസും ചെയ്യില്ല. These mutated gene represent HGPRT negative, IG negative. Mutated ആയിട്ടുള്ള ജീൻസിനെ HGPRT നെഗറ്റീവ് എന്നും IG നെഗറ്റീവ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. Mixed cells are exposed to polyethylene glycol at 30 to 50% concentration for 1 minute. ഈ മിക്സ് ചെയ്ത സെല്ലിനെ നമ്മൾ പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ, പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ അത് 30 to 5% കോൺസെൻട്രേഷൻ ഉള്ളതായിരിക്കണം. അതിനെ 1 മിനിറ്റ് ആയിട്ട് മിക്സ് ചെയ്യണം. അതായത് ആ മിക്സഡ് സെൽസിനെ എക്സ്പോസ് ചെയ്യാണ് പോളിഎത്തിലിൻ ഗ്ലൈക്കോൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. Cells are then washed to make free from PEG. അതിനുശേഷം നമ്മൾ സെൽസിനെ വാഷ് ചെയ്തിട്ട് പോളിഎത്തിലിൻ ഗ്ലൈക്കോളിൽ നിന്ന് ആ സെൽസിനെ ഫ്രീ ആക്കണം. Then cells are kept in fresh medium. അതിനുശേഷം ഈ സെൽസിനെ ഫ്രഷ് മീഡിയത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കണം. These cells are composed of mixture of 5 type cells. ഇപ്പം നമ്മൾ ഫ്രഷ് മീഡിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സെൽസിലെ 5 ടൈപ്പ് സെൽസിന്റെ മിക്സ്ചർ ആണ് നമ്മൾ കാണുന്നത്. They are unfused B cells, fused B cells, unfused myeloma cells, fused myeloma cells and hybrid cells. ആ മിക്സ്ചറിലുള്ള സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ബി സെൽസ്, ഫ്യൂസ്ഡ് ബി സെൽസ്, അൺഫ്യൂസ്ഡ് മൈലോമ സെൽസ്, ഫ്യൂസ്ഡ് മൈലോമ സെൽസ്, ഹൈബ്രിഡ് സെൽസ്, ഇതൊക്കെയാണ് അതിൽ പ്രസന്റ് ആയിട്ടുള്ളത്. Then the cells are cultured in hat medium. Only hybridoma cells grow. Rest will slowly disappear. അതിനുശേഷം ആ സെൽസിനെ നമ്മൾ ഹാറ്റ് മീഡിയത്തിൽ കൾച്ചർ ചെയ്ത് വെക്കുകയാണ്. ഹാറ്റ് മീഡിയം എന്ന് വെച്ചാൽ ഹൈപ്പോസാന്തൈൻ അമിനോപ്റ്ററിൻ തൈമിഡിൻ മീഡിയമാണ്. ഈ മീഡിയത്തിലേക്ക് നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡോമ സെൽസ് മാത്രമാണ് അതിൽ ഗ്രോ ചെയ്യുള്ളൂ. ബാക്കി സെൽസ് ഒന്നും തന്നെ അതിൽ ഗ്രോ ചെയ്യില്ല. This happen in 7 to 10 days of the culture. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ കൾച്ചർ നമ്മൾ 7 to 10 days വരെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ മാത്രം ഇൻക്യുബേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഹൈബ്രിഡോമ സെൽസ് അതിൽ വളരുന്നതും ബാക്കി സെൽസ് ഇല്ലാതാവുന്നതും നമുക്ക് കാണാൻ പറ്റുള്ളൂ. Then these cells undergo screening procedure. അതിനുശേഷം നമ്മൾ ഈ സെൽസിനെ സ്ക്രീനിങ് പ്രൊസീജിയറിൽ ചെയ്ത് നോക്കണം. സ്ക്രീനിങ് പ്രൊസീജിയറിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എലൈസിയും RIയും ടെക്നിക്കാണ്. Thus the hybridoma cells producing desired antibody can be identified by screening. സ്ക്രീനിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈബ്രിഡോമ സെൽസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. The single hybrid cells producing the desired antibody are isolated and cloned. ആവശ്യമുള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ ഹൈബ്രിഡ് സെൽസിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യണം, ഒപ്പം തന്നെ ക്ലോൺ ചെയ്ത് വെക്കുകയും ചെയ്യണം. The desired cell lines are frozen in liquid nitrogen. കോമൺ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സെൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സെൽസിനൊക്കെ നമ്മൾ ലിക്വിഡ് നൈട്രജനിലാണ് കീപ്പ് ചെയ്ത് വെക്കുക. കൾച്ചർ വെൻ എവർ റിക്വയർഡ് ഓൺ ലാർജ് സ്കെയിൽ. നമുക്ക് എപ്പോഴാണോ ലാർജ് സ്കെയിലായിട്ട് ഈ ഡിസൈഡ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിന് ആവശ്യമുള്ളത് അത് ആവശ്യാനുസരണം നമ്മൾ ലിക്വിഡ് നൈട്രജൻ തോ ചെയ്തെടുത്തിട്ട് കൾച്ചർ ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. Applications of monoclonal antibodies. Monoclonal antibodiesന്റെ applications ആണ് നമ്മൾ ഇനി നോക്കാൻ പോണത്.
ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻ. മോണോക്ലോണൽ ആൻറ്റിബോഡിക്ക് ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബയോകെമിക്കൽ അനാലിസിസ് ഫോർ ദി ഡയഗ്നോസിസ് ഓഫ് പ്രഗ്നൻസി, ക്യാൻസർ, ഹോർമോണൽ ഡിസോർഡർ, ഇൻഫെക്ഷസ് ഡിസീസ്. അപ്പം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ, ക്യാൻസർ സെല്ലിനെ ഡിറ്റക്ട് ചെയ്യാൻ, ഹോർമോണൽ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ, ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും മോണോക്ലോണൽ ആൻറ്റിബോഡി നമ്മൾ ഉപയോഗിക്കും. Diagnostic imaging for the detection of myocardial infarction, atherosclerosis, cancer, bacterial infection. ഒപ്പം തന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉപയോഗിക്കുന്നത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ, atherosclerosis, ക്യാൻസർ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമ്മൾ ഉപയോഗിക്കും. ഒപ്പം തന്നെ ഇതിന് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസും ഉണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡീനെ ഡയറക്റ്റ് തെറാപ്യൂട്ടിക് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഒപ്പം തന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ ടാർഗറ്റിംഗ് ഏജന്റ് ആയിട്ട്, ഒരു തെറാപ്പിയിലെ ടാർഗറ്റിംഗ് ഏജന്റ് ആയിട്ടും കൂടി നമ്മൾ ഉപയോഗിക്കും. ഒപ്പം പ്രോട്ടീൻ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓട്ടോ ആൻറ്റിബോഡി ഫിംഗർ പ്രിന്റിങ്ങിനും നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ ഉപയോഗിക്കും. ഇതൊക്കെ അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.